ഗായ്സ് എല്ലാവർക്കും ടെക് ഫോർ ഈ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മെഹബൂബ് ആൻഡ് ഞാൻ ഫ്രം വയനാട്. വെൽ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക. അതായത് നമ്മൾ പലരും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, നമുക്ക് ATM കാർഡ് ഇല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും ആ മെഷീനിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി കഴിയുമെന്ന്. ഞാനും ഒരുപാട് പ്രാവശ്യം ബാങ്കിൽ പോയി അന്വേഷിച്ചാണ് അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സൗകര്യം നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടോ എന്ന്. പക്ഷേ ആ സമയത്തൊക്കെ അവർ പറഞ്ഞു ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയും, പക്ഷേ പണം പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ, അതായത് മാർച്ച് 16, അതായത് ഇന്നലെയാണ് SBI ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം SBI ലോഞ്ച് ചെയ്തിട്ടുള്ളത്. യോനോ ക്യാഷ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അതായത് SBI തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. നമ്മളെന്തായാലും ഈ ആപ്ലിക്കേഷൻ ആപ്പിൾ ഫോൺ ഉള്ളവർ iOS-ലും ഇത് ലഭിക്കും, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കും ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഞാൻ എന്തായാലും ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ കയറി അത് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതായത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് ഈ യോനോ ക്യാഷ് എന്ന് പറയുന്ന യോനോ ക്യാഷ് പോയിൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളുടെ മൊബൈലിലോട്ട് സെൻഡ് ചെയ്യും. അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും രജിസ്റ്റർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയൂ. ഇൻ്റർനെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് അറിവുള്ളവർക്ക് ഞാൻ എന്തായാലും നിങ്ങളിത് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അതായത് അറിവില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, SBI എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഏകദേശം 10,000, അതായത് 10,000-ന് മുകളിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഈ കാർഡില്ലാതെ നിങ്ങൾക്ക് ATM-ൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ആ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് പോവുക. ഓക്കെ, നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സെർച്ച് ചെയ്യേണ്ട ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ SBI എന്നടിക്കുക, SBI. അതിനുശേഷം യോനോ എന്നടിക്കുക. യോനോ അങ്ങനെ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും യോനോ SBI ദ മൊബൈൽ ആപ്ലിക്കേഷൻ ലൈഫ് സ്റ്റൈൽ ആപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ഐക്കണുള്ള, അതായത് ഈ ഐക്കണുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്കോട്ട് പോവുക. ഓക്കെ, ബാക്ക് മെനുവിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാൾ ആയ ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂ ടു SBI, അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്നുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടു SBI എന്നിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യെസ് എന്ന് അടിക്കുക. നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ സൈൻ ചെയ്യുക. ഒരു ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ ഇവിടെ യെസ് കൊടുക്കുകയാണ്, നിങ്ങൾ നോ കൊടുക്കുക. അഥവാ നിങ്ങൾ ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് എടുത്തതിന് ശേഷം, അതായത് 5 മിനിറ്റ് മതി ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ യെസ് കൊടുക്കുക.
അപ്പം എന്ത് ചെയ്യുക, അതിനുശേഷം ഇന്റർനെറ്റ് ബാങ്കിങ് നമ്മൾ യെസ് കൊടുത്തതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. അതായത് യൂസർ നെയിം അടിക്കാനുണ്ട്, അതുപോലെ തന്നെ എൻ്റർ പാസ്വേഡ് എന്ന് കാണാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസർ നെയിം അടിക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ യൂസർ നെയിം ഇവിടെ അടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റെഫറൽ കോഡ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഓപ്ഷണൽ ആണ്. അപ്പം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സബ്മിറ്റ്, അതായത് ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ കഴിയും. നമ്മൾ ഈ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്സ്റ്റ്, അതായത് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. അതായത് എം പിൻ എന്നൊരു പിൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് ഷുഡ് ബി 6 ഡിജിറ്റ് എന്നുണ്ട്. നമുക്ക് ഏറ്റവും മിനിമം 6 ഡിജിറ്റ് വേണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ MP പിൻ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക. ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതായത് ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു പിൻ കോഡ്, അതായത് ഒരു OTP 1 ടൈം പാസ്വേഡ് പോകുന്നതായിരിക്കും. നമ്മൾ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പിന്നെ അതായത് എം പിൻ എന്ന നമ്പർ, അതായത് പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എം പിൻ അടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ച എം പിൻ എന്ന് പറയുന്ന പിൻ നമ്പർ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇനി അതിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും, അതായത് നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എം പിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ പിൻ നമ്പർ അടിക്കുക. അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച എം പിൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലോഗിൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലോഗിൻ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ലോൺ ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അറിയാൻ വേണ്ടി കഴിയും. അതായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി കഴിയും. അതായത് നമ്മളുടെ ഡെബിറ്റ് കാർഡിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഈ ബാഗ് മോഡൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നുമല്ല നമ്മുടെ വിഷയം, നമുക്ക് കാർഡില്ലാതെ പൈസ കിട്ടണം. ഓക്കെ, ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക, നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് പോവുക. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, യോനോ ക്യാഷ് എന്ന് പറയുന്നത്, അതായത് സർവീസ് റിക്വസ്റ്റ്, അതേപോലെ തന്നെ ബിൽ പേയ്മെന്റ്. അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും യോനോ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഇവിടെ പറയുന്നത് യോനോ ക്യാഷ്, അതായത് അടുത്തുള്ള ഒരു യോനോ ക്യാഷ് പോയിന്റ് ഉള്ള ഒരു ATM നിങ്ങൾ പോകണം. അതിനുശേഷം നിങ്ങൾക്ക് മാക്സിമം 10,000 രൂപ, അതായത് ഒരു 2 ട്രാൻസാക്ഷൻ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ യൂസ് ചെയ്യാം. അതായത് കാർഡില്ലാതെ നമുക്ക് 2 പ്രാവശ്യം ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയും. അത് ഓരോ വിഡ്രോവലിനും 10,000 വെച്ച് ടോട്ടൽ 20,000 രൂപ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു 30 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഈ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇവിടെ റിക്വസ്റ്റ് യോനോ ക്യാഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എമൗണ്ട് അടിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ എമൗണ്ട് അടിക്കുക. ഓക്കെ, ഇപ്പൊ എത്രയാണോ എമൗണ്ട്, ആ ഒരു എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുക. നമ്മൾ എമൗണ്ട് അടിച്ചതിന് ശേഷം താഴോട്ട് വരിക. ഓക്കെ, താഴോട്ട് വന്നതിന് ശേഷം അപ്പൊ നമ്മൾ ഈ ഒരു ഇൻസഫിഷ്യന്റ് എമൗണ്ട് എന്നുള്ളത്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഈ 0 ബാലൻസ് ആണ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എമൗണ്ട് അടിക്കുക. എമൗണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ എമൗണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക,
ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ സീറോ ബാലൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി കഴിയാത്തത്. അതൊന്നുമില്ല ഫ്രണ്ട്സ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിവിടെ ഈ എമൗണ്ട് അടിച്ചതിന് ശേഷം ഇവിടെ ATM എന്നുള്ള ഭാഗം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, അത് അടിച്ചതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, നമ്മുടെ ATM കാർഡിന്റെ കാർഡ് നമ്പർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരും. അതായത് ATM കാർഡ് നമ്പറും നമ്മുടെ എമൗണ്ടും കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു മെസ്സേജും ഉണ്ടാവും. അതിൽ നമ്മൾ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലോട്ട് ഒരു 6 ഡിജിറ്റ് ആയിട്ടുള്ള ഒരു കോഡ് നമ്മുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്യും. അതായത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പിന്നെ 6, അതായത് നമ്മുടെ കാർഡ് നമ്പറും അതേപോലെ തന്നെ എമൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ കൺഫേം എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ബാങ്കുമായി ലിങ്ക് ചെയ്ത ഫോണിലോട്ട് 6 ഡിജിറ്റ് നമ്പർ, അതായത് ഒരു പിൻ നമ്പർ അവർ സെൻഡ് ചെയ്ത് തരും. ആ പിൻ നമ്പർ നമ്മൾ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ATM കാർഡ്, അതായത് SBI ATM മെഷീന്റെ അടുത്ത് നമ്മൾ എത്തിയതിനു ശേഷം ഉള്ളിലോട്ട് എൻ്റർ ചെയ്തതിനു ശേഷം യോനോ ക്യാഷ് പോയിന്റ്, അതായത് യോനോ ക്യാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ എക്സ്ട്രാ SBIന്റെ സ്ക്രീനിലോട്ട് ഉണ്ടാവുന്നതായിരിക്കും. ആ യോനോ ക്യാഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്റ്റെപ്പാണ് ഈ മെസ്സേജ് വന്ന 6 ഡിജിറ്റ് നമ്പർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നെക്സ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് നമ്മളുടെ കൺഫർമേഷൻ പിൻ നമ്പർ. നമ്മളുടെ ATM പിൻ നമ്പർ ചോദിക്കും. ആ പിൻ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് എമൗണ്ട് ഒന്ന് കൺഫേം ആക്കുക. കൺഫേം ആക്കിയതിനു ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാർഡ് ഇല്ലാതെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് പൈസ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ആപ്ലിക്കേഷനിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് കെയർ ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾ ജസ്റ്റ് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടായിരിക്കണം. ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടായിരിക്കണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും SBI എനിവയർ പേഴ്സണൽ, അതായത് ഇതാണ് നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയാൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ന്യൂ യൂസർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അടിക്കുക. പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, അക്കൗണ്ട് നമ്പർ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും CIF നമ്പർ. ഈ CIF എന്ന് പറയുന്ന നമ്പർ നമുക്ക് എല്ലാ പാസ്ബുക്കിന്റെയും അക്കൗണ്ട് നമ്പറിന്റെ താഴെയോ അല്ലെങ്കിൽ മുകളിലോ CIF എന്ന് പറയുന്ന നമ്പർ ഉണ്ടായിരിക്കും. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാഞ്ച് കോഡ് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഗെറ്റ് ബ്രാഞ്ച് നെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലൊക്കേഷൻ, അതായത് നമ്മളുടെ ജില്ല സെലക്ട് ചെയ്യുക. ഏതാണോ നമ്മുടെ ജില്ല ആ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് ബ്രാഞ്ച് ഇതിൽ നമ്മൾ ജില്ല സെലക്ട് ഇവിടെ നമ്മൾ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രാഞ്ച് കോഡ് അവൈലബിൾ ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ബ്രാഞ്ച് കോഡ് ബൈഹാർട്ടാക്കി നമ്മൾ ജസ്റ്റ് മൈൻഡിൽ വെക്കുക. അതിനുശേഷം ബാക്കോട്ട് പോവുക. ബാക്കോട്ട് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ കൊണ്ടുപോയി ആ ഒരു എമൗണ്ട് ആ ഒരു കോഡ് നമ്മൾ അടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൺട്രി സെലക്ട് ചെയ്യുക. നമ്മുടെ കൺട്രി, അതായത് നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്കുമായി ലിങ്ക് ചെയ്ത നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുഴുവൻ ട്രാൻസാക്ഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓൾ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു കോഡ്, അതായത് ക്യാപ്ച കോഡ് ഇവിടെ അടിക്കാൻ പറയുന്നുണ്ട്. ഈ ഒരു കോഡ് നമ്മൾ ഇവിടെ സെയിം തെറ്റാത്ത രീതിയിൽ ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ ഒരു ഘട്ടം പൂർത്തിയായി. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. നമ്മളെ ATM കാർഡിലുള്ള നമ്പറുകൾ, അതായത് ATM കാർഡിന്റെ ബാക്ക് സൈഡിൽ ഏറ്റവും വലിയ അക്ഷരത്തിൽ തന്നെ ഒരുപാട്, ഏകദേശം 2, 4, 16 നമ്പർ ഉണ്ടാവും. ആ നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാസ്വേഡും യൂസർ നെയിം സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ആക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് യോനോ ക്യാഷിന്റെ ഒരു മെത്തേഡ്. ഇങ്ങനെയാണ് ക്യാഷ് പിൻവലിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.